ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഗീവരിസിച്ചു. ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത്, ഞാൻ യാക്കോബായ സുറിയാനി സഭയുടെ അവിഭാജ്യ ഘടകമായിരിക്കുന്ന ജ്ഞാനായ ഭദ്രാസനത്തിലെ ഒരു ബിഷപ്പ്, അദ്ദേഹം ഏതോ ഒരു ചെറിയ പരിപാടിയിൽ ക്ലാസ് ആയിട്ട് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അദ്ദേഹം സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തെ അപ്പാടെ നൈസായിട്ട് തള്ളിക്കളയാണ്, നേരിട്ട് തള്ളിയ. വളരെ ബുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാവുള്ളെന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. അതായത് പെട്ടെന്ന് ഒരു മരം വെട്ടിയിട്ടാൽ അതിൻ്റെ വലിയ മരമാണെങ്കിൽ അതിൻ്റെ അലയോലികൾ ഭയങ്കരമായിരിക്കും. ആ മരത്തിൻ്റെ വീഴ്ച അനുസരിച്ച് ആ മരത്തിന് കേട് സംഭവിച്ചേക്കാം. എന്നാൽ ഈ കൊടിമരമൊക്കെ സ്ഥാപിക്കുവാനായിട്ട് മരം വെട്ടുന്നത് അത് നിലത്ത് വീഴാതെ കയറ് കെട്ടി പതുക്കെ താഴെ ഇറക്കി വണ്ടി കയറ്റി അല്ലെങ്കിൽ രഥത്തെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. അല്ലെങ്കിൽ അത് നിലത്തേക്ക് പതിക്കാത്ത വിധത്തിലാണ് അതിന് ക്രമീകരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കീറാതെ കുരുവെടുക്കുക, ആരും അറിയാതെ നൈസായിട്ട് മറ്റൊരിടത്ത് കൊണ്ട് കെട്ടിക്കൊടുക്കുക എന്നതാണ്. ആ ഉദ്ദേശശുദ്ധി അത് തന്നെയാണ് എന്ന് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ശുദ്ധമുള്ള സഭയുടെ തലവനായിരിക്കുന്ന പാത്രികീസ് ബാവയുടെ നടപടികളെ ഒന്നും അംഗീകരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ സഭയെ സംബന്ധിച്ചോളം അദ്ദേഹം സഭയ്ക്ക് ഇതരനായി തീർന്നു. അപ്പം നൈസായിട്ട് അദ്ദേഹം പഴയ വേദവിരീതമൊക്കെ പതുക്കെ പൊടി തട്ടിയെടുക്കുകയാണ്. എങ്ങനെയാണ് വേദവിരീതം പൊടിയിട്ടെടുത്തതെന്ന് ചോദിച്ചാൽ, ഈ നിക്കായാലും ക്രിസ്തുവിനെപ്പോലെ എഫേസ് ഉണ്ടായ 3 പുണ്യപ്പെട്ടവങ്ങളായ പൊതു സുന്നോസുകളിൽ നിക്കാ സുന്നോസിൻ്റെ വിശ്വാസ പ്രമാണത്തെ പുള്ളി നൈസായിട്ട് തള്ളിക്കളഞ്ഞു. എന്താ വെച്ചാൽ അതിനെ സ്വയം അങ്ങ് ന്യായീകരിച്ചു. ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ, അതൊക്കെ എന്താ പറയുന്നത്, ഹെവൻലി മിസ്റ്ററിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യം 2:24-25 ഒക്കെ ആ പറഞ്ഞതിനകത്തൊക്കെ ഉള്ളതിന് മറുപടിയുണ്ട്. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഈ സുവിശേഷങ്ങളിലൊക്കെ മറുപടിയുണ്ട്. പിതാവിൽ നിന്നാണോ പരിശുദ്ധാത്മാവ് എടുക്കപ്പെടുന്നത് അതോ പുത്രനിൽ നിന്നാണോ എന്ന് എങ്ങനെ അറിയാം? ഈ വചനങ്ങളൊക്കെ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റിയേനെ. നെസ്തോറിൻ്റെ ഭാഷാണ്ഡതയാണ് ഇരുസ്വഭാവവാദം. സുറിയാനി സഭ അത് ശപിച്ച് തള്ളിക്കളഞ്ഞു. സുറിയാനി സഭയല്ല, അന്നത്തെ എല്ലാ സഭകളും ശപിച്ച് തള്ളിക്കളഞ്ഞതാണ്. ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന 4-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന എല്ലാ സഭകളും അത് ശപിച്ച് തള്ളിക്കളഞ്ഞു. അതിനകത്ത് ഈ ഒരു ശമോൻ എന്ന് പറയുന്ന ഒരാൾ മുതൽ 18ഓളം പാഷാണ്ഡതകൾ 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പ്രബലന്മാരായിരുന്നു നെസ്തോർ, അറിയൂസ് എന്നൊക്കെ പറയുന്നവരുടെ പാഷാണ്ഡത എന്നൊക്കെ പറയുന്നത് അവർ പണ്ഡിതന്മാരും കൂടെ, ലിബിയക്കാരൻ അറിയൂസിൻ്റെ ഒക്കെ പാഷാണ്ഡത എന്ന് പറഞ്ഞാൽ അന്യായമായിരുന്നു. അതിനകത്ത് ചെന്ന് പെട്ടുകൊടുത്തവർ അനേകരായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അതിൽ നിന്നൊക്കെയും സഭയെ നേർവഴിക്ക് നയിച്ചു പിതാക്കന്മാർ. അതല്ലേ സത്യം. ഈ സത്യം അങ്ങനെ തന്നെ നിലനിൽക്കെ ഇത് സത്യമാണെന്ന് അറിയാമായിരിക്കെ തന്നെ അവർ പറയുന്നത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പറയുന്നത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ ഗോഷ്ഠിയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ വിശ്വാസികളെ ഒന്ന് കൺഫ്യൂഷനാക്കിയിട്ട് അത് ശരിയല്ല ഇത് ശരിയല്ല. അവർ സ്വർഗത്തിൽ പോലും നമ്മളും പോകില്ലേ, ന്യായമായ കാര്യമായിട്ട്. പക്ഷെ വിശ്വാസത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും ഒരടിസ്ഥാന ഘടകം ഉണ്ട്. അത് മാത്രം അദ്ദേഹം നൈസായിട്ട് മറച്ചു വെക്കുകയാണ്. സുറിയാനി സഭയുടെ വിശ്വാസം എന്താണ്? ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് എന്താണ് പറയുന്നത്? അതായത് അത് ജനത്തിനത് അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് വചനമായ ദൈവം ഇപ്രകാരം സത്യമായും ജഡത്തിൽ കഷ്ടത അനുഭവിക്കുകയും, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, വചനമായ ദൈവം ഇപ്രകാരം സത്യമായും ജഡത്തിൽ കഷ്ടത അനുഭവിക്കുകയും കുരിശിൽ വെച്ച് ഖണ്ഡിക്കപ്പെടുകയും ചെയ്തു. തൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു. എന്നാൽ തൻ്റെ ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ തൻ്റെ ദൈവത്വം വേർപെട്ടില്ല. തൻ്റെ പിലാവിൽ കുന്തം കൊണ്ട് കുത്തപ്പെട്ടു. അതായത് ലോകം മുഴുവനുമുള്ള പാപപരിഹാരത്തിനും പ്രദമായ രക്തവും വെള്ളവും അതിൽ നിന്ന് ഒഴുകി. തൻ്റെ ശരീരം മുഴുവൻ അതിൽ മുങ്ങുകയും ചെയ്തു. ലോകം മുഴുവൻ്റെയും പാപത്തിനു വേണ്ടി പുത്രൻ കുരിശിൽ മരിച്ചു. വീണ്ടും തൻ്റെ ആത്മാവ് വന്ന് തൻ്റെ ശരീരത്തോട് ചേരുകയും ഇടത്തതിനടുത്ത ജീവിത രീതിയിൽ നിന്ന് വലത്തതിനടുത്തേക്ക് ഞങ്ങളെ തിരിക്കുകയും ചെയ്തു.
തൻ്റെ രക്തമൂലം സമാധാനം സ്ഥാപിക്കുകയും സ്വർഗീയരെയും ഭൗമീയരെയും സ്വജാതീയരെയും വിജാതീയരെയും ആത്മാവിനെയും ശരീരത്തെയും തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്തിട്ട് 3-ാം ദിവസം ഖബറിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. അഭിവാജ്യമായ സംയോജനത്തിന് ശേഷം അമ്മാനുവേൽ ഏകൻ മാത്രമാകുന്നു, 2 സ്വഭാവങ്ങളായി വിഭജിക്കപ്പെട്ടുകൂടാ. ഇപ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇങ്ങനെ ഞങ്ങൾ ഏറ്റുപറയുന്നു, ഇങ്ങനെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഈ ശരീരം ഈ രക്തത്തിൻ്റെതാണ്, ഈ രക്തം ഈ ശരീരത്തിൻ്റെതാണ്. ഇതെവിടെ നിന്ന് വായിച്ചെന്നറിയാവോ? വിശുദ്ധ കുർബാന തക്സിക്കകത്തുനിന്ന് വായിച്ചതാണ്. എപ്പോഴാണ് ഇത് ചെയ്യുന്നതെന്നറിയാവോ? കണ്ണിപ്പിൻ്റെ ശുശ്രൂഷയിൽ ചെയ്യുന്നതായ ക്രമമാണ്. ഇതുപോലെ മറ വലിച്ചിട്ടിട്ട് കണ്ണിപ്പിൻ്റെ ശുശ്രൂഷ നടത്തുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ മെത്രാച്ചനടക്കമുള്ളവർ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്വയമായിട്ടൊരു വിശ്വാസമില്ലെങ്കിൽ ഈ പണി നിർത്തി പോകുന്നതല്ലേ നല്ലത്? അല്ലേ? അതിൽ സ്വയമായിട്ടൊരു വിശ്വാസമില്ല, ഈ പണി നിർത്തി പോകും, എന്നിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകും. അപ്പോൾ വിഷയം തീർന്നില്ല. അല്ലെങ്കിൽ ഇനിയിപ്പം പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഒരു കൊട്ടിപ്പാട്ട് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അങ്ങ് മാറാം. ഒരു വിശ്വാസ സമൂഹത്തെ കൺഫ്യൂഷനിലാക്കുക അല്ല ഒരു ബിഷപ്പിൻ്റെ ഉത്തരവാദിത്വം. അതിപ്പോൾ ഏത് സഭയാണ്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് അവകാശിയല്ല. അവൻ വിശ്വാസികളെ കൺഫ്യൂഷനാക്കി വഴിതെറ്റിച്ച് 4 പാടും ചതറിച്ച് വിടാതെ അവൻ ചേർത്ത് നിർത്തുക. തന്നെ ഏൽപ്പിച്ച അജഗണങ്ങളെ ദൈവത്തിന് കൊള്ളാവുന്നതായിട്ട് പരിപാലിച്ച് ഏൽപ്പിക്കുക. അതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. അവൻ അവയെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ അവ കൂടിന് വെളിയിൽ വരും. തിരിച്ചു വിളിക്കുമ്പം അത് ചെന്ന് കയറി കൊടുക്കും. കൂലിക്ക് നിൽക്കുന്ന ഇടയന്മാർ ചെന്നായി വരുമ്പോൾ ഓടിപ്പോകും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, യേശുക്രിസ്തു പറഞ്ഞാണ്. ഇതൊക്കെ നിങ്ങൾ നിറവേറുന്നു എന്ന് സാധാരണ ഒരു വിശ്വാസിക്ക് തോന്നിയാൽ തെറ്റു പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് റോമാസഭയുടെ വിശ്വാസം ഇരുസ്വഭാവവാദമാണ്. അതുകൊണ്ടാണല്ലോ റോമാസഭയുടെ വിശ്വാസത്തെ, ആ ഇരുസ്വഭാവവാദത്തെ ഒരു കാലത്തും അന്ത്യോക്യ സുറിയാനി സഭ ഉൾപ്പെടെയുള്ള അലക്സാന്ദ്രിയ സഭ തുടങ്ങി ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളൊന്നും അംഗീകരിക്കാത്തതിൻ്റെ കാരണം സഭയിൽ വലിയൊരു സ്പ്ലിറ്റ് ഉണ്ടായതും അവിടെയായിരുന്നല്ലോ. ആ പാഷാണ്ഡതയെ തള്ളി പറഞ്ഞിട്ടാണല്ലോ സുറിയാനി സഭ നിലനിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു ക്രിസ്തു കടലിനെ ശാന്തമാക്കിയപ്പോൾ ദൈവമായിരുന്നു, ലാസറിൻ്റെ കബറും കയറുന്ന് കരഞ്ഞപ്പോൾ മനുഷ്യനായിരുന്നു. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല പിതാവേ, അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സൂചന പോലുമില്ല. അവനിൽ എന്തായിരുന്നു, അതായത് ഗബ്രിയേൽ മാലാഖയുടെ ദൂത് മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ മുതലുള്ളതായ ആ കാര്യങ്ങളൊന്നും ശരിക്കും വായിച്ചാൽ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സുവിശേഷങ്ങൾ 4 നല്ല വ്യക്തമായിട്ട് മനസ്സിരുത്തി വായിക്കുക. കേസുമായിട്ട് കോടതി വരാൻ വഴി നടക്കുന്ന സമയത്ത് ഒന്ന് വായിച്ചാൽ മതി. അപ്പോൾ വ്യത്യാസം വരും. ഒരു സമൂഹത്തെ, ഒരു വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. ആ അങ്ങയുടെ സഭയിലെ തന്നെ മറ്റ് 3 മെത്രാപ്പൊലീത്ത, അത് 2 പേരോടെ എനിക്ക് അടുപ്പമുള്ളൂ. എന്താ പറയുക, മോർ സിൽവാനിയോസ് അയ്യൂബ് തിരുമേനെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോ അല്ല, വോയിസ് ക്ലിപ്പുകൾ ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് അദ്ദേഹം നല്ല സ്പഷ്ടമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ചുമതലയുള്ള പ്രദേശത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആയിരിക്കും അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും എത്ര ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം ആ വിശ്വാസത്തെക്കുറിച്ച്, പാരമ്പര്യമായി നിലനിർത്തപ്പോരേണ്ട വിശ്വാസത്തെക്കുറിച്ച്, അതിന് കലർപ്പില്ലാത്ത കാര്യത്തെക്കുറിച്ചും പറഞ്ഞു. പിന്നെ ഇത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, സിൽവാനിയോസ് തിരുമേനി എനിക്ക് ലക്ഷങ്ങൾ തന്നിട്ടൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. ഞാൻ ആ മനുഷ്യനെ അറിയത്തില്ല, ആ മനുഷ്യൻ എന്നെ അറിയത്തില്ല, ഉള്ള കാര്യം ഞാൻ പറയാം. പിന്നെ അറിയാവുന്ന ദിവാനിയോസ് തിരുമേനിയും കുറച്ചും കൂടെ അടുപ്പം ഗ്രിഗോറിയോസ് തിരുമേനിയുമായിട്ടാണ്. ഏതാ നമ്മുടെ 20 പേരിലുള്ളത്. അപ്പോൾ അവർക്കാർക്കും കിട്ടാത്ത ഒരു വെളിപാടാണോ അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത്? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വിശ്വാസികളുടെ ഇടയിലേക്ക് ഇറക്കി വിടുമ്പോൾ വിശ്വാസികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും തമ്മിൽ തല്ലിക്ക് അപ്പല്ലോസ് പക്ഷക്കാരൻ, പൗലോസ് പക്ഷക്കാരൻ, പത്രോസ് പക്ഷക്കാരൻ എന്ന നിലയിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവരുത്. ഇത് പതുക്കെ വലിയൊരു മരമാണ്. അംഗസംഖ്യയിൽ വളരെ കുറവാണെങ്കിൽ പോലും, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ
ഒരു 25,000 അംഗസംഖ്യ കേരളത്തിലിപ്പം ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് പറഞ്ഞതനുസരിച്ച്, ആ സഭയിൽപ്പെട്ടവർ തന്നെ പറഞ്ഞതനുസരിച്ചാണ് അത്രേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, എന്തുവാട്ടെ. ആ 25,000 അല്ല, 5,000 അല്ല, 500 പേരെ ഉള്ളെങ്കിലും വലിയൊരു പാരമ്പര്യമുള്ള ഒരു സമുദായമാണ്. ആ സമുദായത്തിൽ നിന്ന് ഒരു സ്പ്ലിറ്റും കൂടെ ഉണ്ടാക്കി കുറേ പേര്, ചിലർ ഈ പുനരയിക്കപ്പെട്ടൊക്കെ പോയ പോലെ, പുനരയിക്കം എന്ന് പറയുന്ന വാക്ക് തന്നെ അംഗീകരിക്കപ്പെടാത്തൊരു കാര്യമാണ്. അങ്ങനെ അങ്ങോട്ട് അതായാലും മദ്രാകൃഷിക്കാരത് പറയുന്നുണ്ട്, പുനരയിക്കം എന്നുള്ള വാക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോയ പോലെ അതൊക്കെ നൈസായിട്ട് കുറേ പേരെ കൊണ്ട് ഈ ബ്രെഡിൽ ബ്രെഡ് സ്ലൈസ് ചെയ്ത് വെച്ച് അതിലേക്ക് എന്താ പറയുന്നത്, ക്രീം തേക്കോ അല്ലെങ്കിൽ ജാമ് തേക്കോ ചെയ്യുന്ന ചേച്ചി ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകാനായിട്ട് ആണെങ്കിൽ അങ്ങനെ കുറേ പേര് കൂടെ പോരുമായിരിക്കും. പക്ഷെ അതൊരു വിശ്വാസത്തെ, താൻ തന്നെ ഭക്ഷിച്ച വിശ്വാസത്തെ താൻ തന്നെ ഛർദ്ദിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കരുത്. അത് തെറ്റാണ്. ഇത്രയും കാലം ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഇതൊക്കെ ശരിയാണോ, ആർക്കറിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെയല്ലേ, കൺഫ്യൂഷനാണ്. ഇതൊക്കെ ശരിയാണോ, ആർക്കറിയാം. വിശ്വാസം എന്നത് ആശിക്കുന്ന കാര്യത്തിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞേക്കുന്നത്. ആ ലേഖനം ഒന്ന് വായിച്ചാൽ മതി. പഴയ നിയമം വായിക്കേണ്ട, പുതിയ നിയമം മാത്രം ഒന്ന് എടുത്തു വെച്ച് വായിച്ചാൽ പോലും പിതാവിനാൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാ പുത്രനിൽ നിന്ന് എടുക്കപ്പെടുന്നതിനെ കുറിച്ച് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടേ. പരിശുദ്ധത്തിൽ പുത്രന് പിതാവിനുമുള്ളതുപോലെ ആളത്വം പരിശുദ്ധ റൂഹായിക്കുമുണ്ടെന്ന് വചനം വെച്ച് തെളിയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ. എൻ്റെ ഒരു വീഡിയോയ്ക്ക് തന്നെ കിടപ്പുണ്ടത്. വളരെ 2 കാര്യം, ബാക്കി ഇഷ്ടംപോലെ പറയാനുണ്ട്, അതല്ല പറയാത്തത്. പക്ഷേ ഈ 2 കാര്യം നോക്കിയാൽ മതി. പ്രാവ് രൂപത്തിൽ, പ്രാവിന് രൂപമുണ്ട്, ആ രൂപം ധരിക്കണമെങ്കിൽ ആളത്വം വേണം. ആ ആളത്വത്തിൽ പ്രാവ് രൂപത്തിൽ കണ്ടു. ഇനി പിളർന്ന തീനാമ്പുകൾ അഗ്നിനാമ്പുകളുടെ രൂപത്തിൽ കണ്ടു. അപ്പോൾ അതും രൂപമാണ്, ഏതെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടല്ലോ. അത് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം, ആളത്വം വേണം. അപ്പോൾ ഇത് കൃത്യമായിട്ട് പിതാവിൽ നിന്ന് നൽകപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഇഷ്ടം പോലെ വചനങ്ങൾ ഈ സുവിശേഷം വായിച്ചാൽ കിട്ടും. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ നിക്കാ സിനോദോസിൽ കൂടിയ മുഴുവൻ പിതാക്കന്മാരെ അങ്ങ് തള്ളിപ്പറഞ്ഞു, 100% തള്ളിപ്പറഞ്ഞു. അതിനെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ പറഞ്ഞാൽ എനിക്ക് സംശയമുണ്ടെങ്കിൽ, ഇത്രയും കാലം ഞാൻ ഇന്ന് പ്രവർത്തിച്ച ശുശ്രൂഷിച്ചമായ രീതികളൊക്കെ സംശയമെല്ലാം എന്താ പറയുന്നത്, ഹെവൻലി മിസ്റ്ററി ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തതൊന്നും പൂർണ്ണമായി ഞാൻ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയൊന്നും ആയിരിക്കരുത്. ആരെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയോ സ്വന്തം സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയോ, അതല്ലെങ്കിൽ ഇവിടെ എന്നെ സഹായിക്കുന്നില്ല, അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇത്രയും കാലം നിങ്ങൾ തള്ളിപ്പറഞ്ഞവരുടെ കൂട്ടത്തിലേക്ക് ഞാൻ പോകുന്നതിന് ആർക്കും വിരോധമൊന്നുമില്ല, പക്ഷേ പോകാം. കവിതാവെ ഒന്ന് ഓർത്ത് നോക്കുക. ഈ സുറിയാനി സഭ തന്ന സൗഭാഗ്യങ്ങളാണ് അങ്ങ് അനുഭവിച്ചിട്ടുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ ശമ്പളമൊന്നും മേടിക്കുന്നില്ല, എനിക്ക് കിടപ്പാടുമില്ല, അതൊക്കെ സത്യമാണ്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ ദേവാലയം ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഒരുപാട് പീഡകൾ പലപ്പോഴും സത്യം പറഞ്ഞതിൻ്റെ പേരിലും എൻ്റെ നിലപാടുകൾ കൊണ്ടും എൻ്റെ സഭയിൽ നിന്ന് നേടേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഒപ്പം നടന്ന പല ആളുകളും പറഞ്ഞു, ഇട്ടിട്ട് പോ, വേറെ വല്ല പണിക്കും പോ, അതല്ലെങ്കിൽ സഭ വിട്ടുപോകും, സഹായിക്കാമെന്ന് പറഞ്ഞു വന്ന സഭയിൽപ്പെട്ടവരുണ്ട്, ആ കൂട്ടത്തിൽ പോവും. പക്ഷേ എനിക്ക് അത് സാധ്യമല്ലായിരുന്നു. എൻ്റെ പിതാക്കന്മാർ എനിക്ക് കാണിച്ചു തന്ന വിശ്വാസവും അതിൻ്റെ പാരമ്പര്യവും വിശുദ്ധ വേദപുസ്തകം വായിച്ച് അതിനെ ഞാൻ ക്ലിപ്പ് ചെയ്ത് നോക്കി മനസ്സിലാക്കിയപ്പോൾ ഇവിടെ നിന്നിട്ട് രക്ഷയില്ലെങ്കിൽ ഒരിടത്തും പോയാലും രക്ഷിക്കപ്പെടില്ല. ഞാൻ വ്യക്തിപരമായി കുറച്ച് രക്ഷ സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാക്കിയേക്കാം, ഒരിടത്തും പോയാലും രക്ഷിക്കപ്പെടുകയില്ല. ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ മറ്റൊന്നും കിട്ടില്ല. അതാണ് എൻ്റെ വിശ്വാസം. അതാണ് എൻ്റെ വിശ്വാസം. ഇന്നും യാക്കോബായ സുറിയാനി സഭയിലെ അനേക ആളുകൾ എന്നോട് താല്പര്യമുള്ളവരും സ്നേഹമുള്ളവരും ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറയുന്നവരുമുണ്ട്, തെറ്റാണെന്ന് പറയുന്നവരുമുണ്ട്. ഇത് രണ്ടുമല്ലാതെ എന്നെ മാറി നിന്ന് ഉപദ്രവിക്കുന്നവരുമുണ്ട്, പിതാക്കന്മാരുൾപ്പെടെ. നേരിട്ട് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ വിശ്വാസത്തെയോ
എൻ്റെ പിതാക്കന്മാർ പഠിപ്പിച്ച പാരമ്പര്യത്തിൽ അണുകൂടെ അങ്ങോട്ടോ മാറില്ല. അങ്ങ് ഈ മേൽപ്പെട്ട സ്ഥാനം ഏൽക്കുമ്പോൾ എഴുതി കൊടുക്കുന്നതായ കുറേ ഉടമ്പടികൾക്കകത്തൊരു കാര്യം പറയുന്നില്ല. ഇതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ വ്യതിചലിച്ച നിന്റെ പട്ടത്തെ ഉരിയപ്പെട്ടു എന്നല്ലേ ഇതിനകത്ത്. സ്വയം സംഭവിക്കുക, ഞാൻ ഈ സത്യവിശ്വാസത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എൻ്റെ പൗരോഹിത്യം ഉരിയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പൗരോഹിത്യം എന്നത് സഭയ്ക്കായിട്ട് കർത്താവ് നൽകിയിരിക്കുക രാജകീയ പുരോഹിതം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് തൻ്റെ ആടുകളെ നയിക്കുവാനും അവരെ നേർവഴി കാണിക്കുവാനും ചെന്നായ്ക്കളെ രക്ഷിക്കുവാനുമായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് ഞാനും അങ്ങും ഒക്കെ. അല്ലാണ്ട് നമുക്ക് പ്രത്യേകമായ പദവി സഭ നമുക്ക് തരുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ അത് അംഗീകരിക്കപ്പെട്ട് തരുമ്പോൾ, പുത്രൻ തമ്പുരാനാൽ അത് നിലനിർത്തപ്പെട്ട് തരുമ്പോൾ, പിതാവിനാൽ അത് സാക്ഷീകരിക്കപ്പെട്ട് തരുമ്പോൾ അതിന് ഒരു വലിയ അർത്ഥമുണ്ട്. നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ഭംഗിയായിട്ട് ചെയ്യണമെന്ന്. ആ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ടും വാശി തീർക്കാൻ വേണ്ടിയിട്ടും വിശ്വാസികളെ കൺഫ്യൂഷനാക്കുന്ന അനുഭവത്തിലേക്ക് പോകരുത്. സുറിയാനി സഭ എന്നും തള്ളി പറഞ്ഞതാണ് ഇരു സ്വഭാവവാദം. കുറച്ച് സമയത്തേക്ക് ഈ സ്വഭാവം, കുറച്ച് സമയത്ത് ആ സ്വഭാവം. അതെന്തൊരു സ്വഭാവ രീതിയാണ്? ദൈവമായിരിക്കുന്നവൻ്റെ മനുഷ്യാവതാരത്തിൽ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അതിന് കലർപ്പില്ല, മാറ്റമില്ല. അതിനെ സാക്ഷീകരിക്കുന്ന അനേക വേദഭാഗങ്ങളുണ്ട്. അതെല്ലാം മറന്നിട്ട് നെസ്തോറും ആറിയോസും അതുപോലെ തന്നെ ശെമോനും പിന്നെ ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. 10-18ഓളം 4-ാം നൂറ്റാണ്ട് വരെ 18-ലധികം പേര്, ഏകദേശം 20ഓളം പാഷാണ്ഡതകൾ വന്നിട്ടുണ്ട്. അത് അവരൊക്കെ വലിയ പണ്ഡിതന്മാരും വലിയ ബുദ്ധിമാന്മാരും ഒക്കെ ആയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച പിതാക്കന്മാരൊക്കെ വലിയ വിദ്യാഭ്യാസ സമ്പന്നരായിരുന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരൊക്കെ നിലനിർത്തപ്പെട്ടു. പിന്നെ പീഡകളായിരുന്നു. റോമാസഭയുടെ ഒരുപാട് പീഡകൾ സുറിയാനി സഭ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ സിറോ മലബാർ സഭയോ അല്ലെങ്കിൽ കേരളത്തിലുള്ള കത്തോലിക്ക സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, റോമാ സഭയെക്കുറിച്ചാണ്. ഒരുപാട് പീഡകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. AD 1653 അതിന് മുമ്പ് 1599 മുതൽ ഉള്ള 53 വർഷക്കാലം അല്ലെങ്കിൽ 54 വർഷക്കാലവും നല്ല പീഡകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇല്ലേ? എന്തിനു വേണ്ടിയാണ് നമ്മുടെ പിതാക്കന്മാർ സഹിച്ചത്? വചനമനുസരിച്ചുള്ള സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് പാഷാണ്ഡതകളെ സമൂലം തള്ളിക്കളഞ്ഞിട്ട്. എന്നുവെച്ചാൽ ഇപ്പം പറയാം അതിന് കൺഫ്യൂഷനാണ്, അത് നമുക്കറിയില്ല, അത് മിസ്റ്ററിയാണ്. പഠിപ്പിക്കുന്ന പ്രൊഫസർമാരിങ്ങനെ കൈമലത്തി കാണിക്കും. ഈ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ പെട്ട ഒരാളായിരുന്നു അറിയൂസ്. എന്നിട്ട് അയാളുടെ പാഷാണ്ഡത എവിടെ പോയി? അപ്പം അതുകൊണ്ട് വിശ്വാസ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന കരിസ്മാറ്റിക് ധ്യാനക്കാരും അതുപോലെ തന്നെ പാഷാണ്ഡതയെ ശരിയായിരിക്കാം എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു കൊണ്ടുവരുന്നവരും ഒക്കെ ഈ സഭയോട് ചെയ്യുന്നത് ദ്രോഹമാണ്. ഒരു കാലത്ത് ഇതിനു മുമ്പ് ഈ സഭയിൽ നിന്ന് ഒരുപാട് ഛിദ്രതകളുണ്ടായി, ഒത്തിരി പേര് പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ സത്യവിശ്വാസം തിരിച്ചറിഞ്ഞ വിശ്വാസ സമൂഹം എത്ര എണ്ണം ഉണ്ടെന്നുള്ളതല്ല, എത്ര പേരുണ്ടെങ്കിലും അത്രയും പേരെ കൊണ്ട് ഈ സഭ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ. പിന്നെ കർത്താവ് നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ നോക്കി എന്നെപ്പോലുള്ളവരെയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്, മനുഷ്യപുത്രം ഭൂമി വരും വിശ്വാസം കണ്ടെത്തുമ്പോൾ. ഇങ്ങനെ പാഷാണ്ഡതകൾ കയറ്റി വിശ്വാസമില്ലെന്നായി പോകും എന്നാ പറഞ്ഞു. അത് ശരിയാകുന്ന അവസ്ഥയിലേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ പറയാനുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒന്ന് പ്രതികരിച്ചില്ല എങ്കിൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടോ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചു, അച്ഛൻ്റെ ഈ വീഡിയോ ഒന്ന് നിർത്തുന്നതിന് അച്ഛനെ മറ്റുള്ളവരൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് ഇതിനൊരു പ്രശ്നപരിഹാരം. എന്ത് പ്രശ്നപരിഹാരം? എനിക്ക് ആരുടെയും പ്രശ്നമുണ്ടോ ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും? ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ കൂടെ പട്ടമേറ്റവരും എനിക്ക് ശേഷം പട്ടമേറ്റവരും 2-3 വീട് വരെ വെച്ചു. ഞാൻ ഉണ്ടാക്കിയിട്ടതൊരു പള്ളിയാണ്. ഞാൻ ഇന്നും വാടകപ്പുരയിലാണ് കിടക്കുന്നത്. എനിക്ക് വില പറയാൻ വരരുത് എന്ന് പറഞ്ഞു. അല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് ഇതിന് സന്ധിയില്ല. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കടുകിട വിട്ടുവീഴ്ച ആര് കാണിച്ചാലും ചെയ്യുകയില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സഭയിലെ കുറേ മെത്രാപ്പൊലിത്തന്മാരോ
കുറേ അച്ഛന്മാരോ ഇനിയും പാത്രീസ് വരെ പെന്തിക്കോസിൽ പോകാൻ ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നൊരു സാധാരണ എല്ലാവരും പറയുന്നൊരു ഡയലോഗാണ്. കാരണം എൻ്റെ വിശ്വാസം ഇതാണ്, ഇത് ഉറച്ച് ഇവിടെ ഇട്ട് എന്നെ പീഡിപ്പിച്ച് തല്ലി കൊന്നാൽ പോലും ഈ വിശ്വാസത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. എനിക്ക് എൻ്റെ പിതാക്കന്മാർ കാണിച്ച സത്യവിശ്വാസം ഇപ്പോൾ എൻ്റെ കർത്താവായ യേശു മിശിഹായ എനിക്ക് ധാരാളമായി അനുഗ്രഹം തന്നിട്ടുണ്ട്. അപ്പം നിനക്ക് വീട് കിട്ടിയോന്നൊക്കെ ചോദിക്കാം. ഇല്ല, അതൊന്നുമില്ല. പക്ഷേ രാജാവിനെ പോലെ എന്നെ നടത്തുന്നുണ്ട്. ശത്രുമുമ്പാകെ എനിക്ക് മേശയൊരുക്കുന്നുണ്ട്. എന്നോട് ശത്രുത വെച്ച് എവിടെ കണ്ടാലും ഉപദ്രവിക്കാൻ നടന്നവരുടെ മുമ്പിൽ കൂടെയും ഞാൻ ഈസി ആയിട്ട് നടന്നു പോയിട്ടുണ്ട്. അത്രയും മതിയെന്നേ. ഞാനത് സംതൃപ്തനാണെന്നേ. ഇതുപോലൊരു ദൈവാലയം ഇവിടെ സ്ഥാപിക്കുവാൻ സഭാമക്കളുടെ മുമ്പിൽ കൈനീട്ടിട്ട് കിട്ടാതെ വന്നപ്പോൾ ആ മറ്റു സമുദായത്തിൽപ്പെട്ടവർ മനസ്സറിഞ്ഞ് തന്ന് ഇത് ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചതേ. സുറിയാനി സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധ മൂറോൻ കൂദാശിയാൽ മുദ്രയിടപ്പെട്ട യോസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള ആദ്യത്തെ ദൈവാലയം, യോസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള ആദ്യത്തെ ദൈവാലയമല്ല, വിശുദ്ധ മൂറോനാൽ മുദ്രയിടപ്പെട്ട ആദ്യത്തെ ദൈവാലയം എന്ന് ഞാൻ പറഞ്ഞത്. അവിടെ ശുശ്രൂഷിക്കാൻ എനിക്ക് ഭാഗ്യം ദൈവം തരുന്നില്ലേ? എനിക്ക് അത്രയൊക്കെ മതി. എൻ്റെ തലമുറയുടെ നന്മ കാണാൻ കർത്താവ് എന്നെ അനുവദിക്കും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അവർക്ക് നന്മയുണ്ടാകുന്നത് കാണുവാൻ എന്നെ കർത്താവ് അനുഗ്രഹിക്കും. അത്രയേ ഉള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വിളിച്ച ആളോട് ഞാൻ പറഞ്ഞു ഇനി എന്നെ വിളിച്ചാൽ അങ്ങനെയുള്ള ഒരു ഇതിനു വേണ്ടി ഞാൻ ഈ കരിസ്മാറ്റിക് ധ്യാനവുമായിട്ട് കോംപ്രമൈസ് ചെയ്യില്ല. അങ്ങനത്തെ കാര്യം പറഞ്ഞ് ഇനി എന്നെ വിളിച്ചാൽ പേരും ഫോൺ നമ്പരും സഹിതം ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിടും. അതുകൊണ്ട് മേലാൽ എന്നെ ആ കാര്യം പറഞ്ഞ് വിളിക്കരുത്. വ്യക്തിപരമായ ഒരു മനുഷ്യനെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. വ്യക്തിപരമായ ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അവരുടെ വ്യക്തി ജീവിതത്തെ പക്ഷേ വിശ്വാസപരമായിട്ട് എന്തെങ്കിലും കലർപ്പ് കാണിച്ചാൽ അത് ഞാൻ ചോദിച്ചു. അതിനകത്ത് എനിക്ക് മുഖപക്ഷമില്ല ആരോടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.